my dear students, welcome back to our new class. In the previous class, we had been discussing about ions and also about molecules of compounds. In this class, we are going to discuss about writing chemical formula. What is chemical formula? We have already said that each compound formed by a ratio. Isn't it? Yes, each compound have a ratio and we must know the ratio of the compound formed. To know that, we can understand that from the chemical formula itself. Then how we can write chemical formula? ഒരു chemical formula കാണുമ്പോൾ തന്നെ ആ കോമ്പൗണ്ടിൽ എത്ര ആറ്റംസ് ഉണ്ട്, ഏതൊക്കെ ആറ്റംസ് ഉണ്ട്, അത് എത്രണ്ണമാണ് കമ്പൈൻ ചെയ്തിട്ടുള്ളതെന്ന് നമുക്ക് അണ്ടർസ്റ്റാൻഡ് ചെയ്യും, മനസ്സിലാക്കാൻ സാധിക്കും. ഓക്കെ, സോ a chemical formula of a compound is a symbolic representation of its composition. Chemical formula is that the symbolic representation of its composition. Okay, so to write the chemical formula we need two items. We should know about two items. Chemical formula. First, we should know the symbols of the elements. Okay, first we must know about the symbols of the elements. Okay, then what we have to know? Yes, we should know about the combining capacity of an element. What is combining capacity? It is also known as its valency. Did you heard about valency? Valency or combining capacity. What is? First you have to know the symbols. Then you should know the valency or combining capacity. What is the combining capacity or valency of an element? Combining capacity. Valency can be used to find out how the atoms of an element will combine with the atoms of another element to form a chemical compound. Valency എന്ന് പറഞ്ഞാൽ ഒരു കോമ്പൗണ്ടിൽ ഒരു ആറ്റം മറ്റൊരു ആറ്റത്തിനായിട്ട് കമ്പൈൻ ചെയ്തിട്ടാണ് കോമ്പൗണ്ട്സ് ഉണ്ടാവുക. ആ ആറ്റം എത്ര മറ്റുള്ള ആറ്റത്തിനായിട്ട് അതിന് കമ്പൈൻ ചെയ്യാൻ സാധിക്കും എന്നതാണ് അതിൻ്റെ ആ കഴിവിന്, അതിൻ്റെ കപ്പാസിറ്റി. ഓരോ ആറ്റത്തിനും ഓരോ എലമെൻറ്റ്സിനും ഓരോ ആറ്റംസ് ഉണ്ട്. ഓരോ എലമെൻറ്റിൻ്റെ ആറ്റത്തിൻ്റെയും കപ്പാസിറ്റി ഡിഫറെൻ്റ് ആണ്. ചിലപ്പോൾ ഒരു എലമെൻറ്റിൻ്റെ ആറ്റത്തിന് വേറൊരു ആറ്റത്തിനായിട്ട് ഒരു ആറ്റത്തിനായിട്ട് മറ്റൊരു ആറ്റത്തിനായിട്ട് കമ്പൈൻ ചെയ്യാനുള്ള കപ്പാസിറ്റി ഉണ്ടാവും. ചിലപ്പോൾ ചില ആറ്റത്തിന് വേറെ രണ്ട് ആറ്റത്തിനായിട്ട് കമ്പൈൻ ചെയ്യാനുള്ള കപ്പാസിറ്റി ഉണ്ടാവും. സോ ദാറ്റ് കപ്പാസിറ്റി ഈസ് നോൺ ആസ് ഇറ്റ്സ് valency. The valency is different for different elements. Okay, valency is different for different elements. Valency of an atom of an element can be thought of hands or arms of that atom. ആ ആറ്റത്തിൻ്റെ ആംസ് അല്ലെങ്കിൽ ഹാൻഡ്സ് എന്ന് നമുക്ക് പറയാം. അതായത് അതിൻ്റെ ഹാൻഡ്സിന് എത്ര ആറ്റത്തെ പിടിക്കാൻ സാധിക്കും, അങ്ങനെ നമുക്ക് ജനറലിനെ കമ്പയർ ചെയ്യാം. Okay, so with an example let's understand what is valency. ഒരു എക്സാമ്പിൾ വെച്ച് വാലൻസി എന്താണെന്ന് നമ്മൾ പറയാൻ പോകാം. ഹ്യൂമൻ ബീങ്സിന് രണ്ട് ഹാൻഡ്സ് ഉണ്ട്. അപ്പോൾ ഹ്യൂമൻ ബീങ്സിൻ്റെ രണ്ട് ഹാൻഡ്സ് ലോക്ക് ചെയ്യും. സോ കപ്പാസിറ്റി ഓഫ് ഹ്യൂമൻ ബീങ് ഈസ് 2. രണ്ട് മറ്റുള്ള ആൾക്കാരായിട്ട് അതിനെ കമ്പൈൻ ചെയ്യാൻ പറ്റും. അതായത് രണ്ട് ഹാൻഡ്സ്, വേറെ ആൾക്കാരെ രണ്ട് ഹാൻഡ്സ് അതിന് പിടിക്കും. രണ്ട് ഹാൻഡ്സാണ് ഒരു ഹ്യൂമൻ ബീങ്ങിനുള്ളത്. അപ്പോൾ ഈ ഹാൻഡ്സ് ലോക്ക് ചെയ്യാൻ വേറെ രണ്ട് ഹാൻഡ്സ് വേണ്ടേ, അപ്പോൾ 2 ആണ് അതിൻ്റെ കപ്പാസിറ്റി. ദെൻ ഇൻ ദ കേസ് ഓഫ് എൻ ഒക്ടോപ്പസ്, നീരാളി, ഒക്ടോപ്പസിൻ്റെ കാര്യത്തിൽ അതിന് എന്താണുള്ളത്? അതിന് 8 കാലുകളുണ്ട്, 8 ആംസ് ഉണ്ട്. ആർക്ക്? ഒക്ടോപ്പസിന്. അപ്പോൾ ഈ ഒക്ടോപ്പസിന് അതിൻ്റെ 8 ആംസും ലോക്ക് ചെയ്യണം. ഓക്കെ, അപ്പോൾ ഹ്യൂമണിന് 2 ആംസ് ഉണ്ട് ലോക്ക് ചെയ്യാൻ, ഒക്ടോപ്പസിന് 8 എണ്ണം ഉണ്ട്. അപ്പോൾ 8
ഹാൻഡ്സ് ലോക്ക് ചെയ്യാൻ പോകുന്നത്, കമ്പൈൻ ചെയ്യാൻ പോകുന്നത് ഹ്യൂമൻസിൻ്റെ ഹാൻഡ് വെച്ചിട്ടാണ്. അപ്പോൾ ഒരു ഒക്ടോപ്പസിന് എത്ര ഹ്യൂമൻസിന് വേണ്ടി വരും? യെസ്, എത്ര വേണ്ടി വരും? സപ്പോസ് O is the octopus. So it has 1, 2, 3, 4, 5, 6, 7, 8. 8 arms. So it should lock its hands with a hand of human. So 2 hands are locked by 1 human. Isn't it? Yes. It is locked by 1 human. Human is represented by H. Okay. Octopus O, human is H. So 2 arms are locked by 1 human. ഒരു ഹ്യൂമൻ്റെ 2 കൈയുണ്ട്. അപ്പോൾ അതിൻ്റെ 2 കൈ ഒരു ഹ്യൂമൻ്റെ 2 കൈകൾ വെച്ച് ലോക്ക് ചെയ്തു. Then another 2 hands are locked by 1 more human. Then again. So its hands are locked, isn't it? So it requires 4 humans to lock its hands. So suppose this is a compound. ഇതൊരു കോമ്പൗണ്ട് ആണെന്ന് വിചാരിക്കാം. ഒക്ടോപ്പസ് ആണ് ഒരു ആറ്റം. ആ ഒക്ടോപ്പസ് എന്ന ആറ്റത്തിന് കപ്പാസിറ്റി എന്ന് പറയുന്നത് 8ആണ്. അതായത് വാലൻസി എന്ന് പറയുന്നത് 8ആണ്. ഒറിജിനൽ അല്ലാതെ കമ്പയർ ചെയ്യാണ് ഒക്ടോപ്പസിന് 8ആണ് വാലൻസി എന്ന് വിചാരിക്കുക. അപ്പോൾ അതിൻ്റെ 8 വാലൻസി അക്കോമഡേറ്റ് ചെയ്യാൻ വേറൊരു ആറ്റം വേണം. നേരെ മറിച്ച് ഹ്യൂമൻ സപ്പോസ് ഹ്യൂമൻ ഇസ് ആൻ ആറ്റം. ഹ്യൂമൻ്റെ കപ്പാസിറ്റി എന്ന് പറഞ്ഞാൽ 2ആണ്. 2 അതിന് വേണം, അല്ലെങ്കിൽ 2 കൊടുക്കണം. ഓക്കെ, 2 ഹാൻഡ്സ് അതിന് വേണം. അപ്പോൾ ഒരു ഒക്ടോപ്പസിന് 8 കപ്പാസിറ്റി ഇല്ല, 8 കപ്പാസിറ്റി ഉള്ള ഒരു ഒക്ടോപ്പസിന് 2 കപ്പാസിറ്റി ഉള്ള 4 ഹ്യൂമൻസിന് ആവശ്യമാണ്. സോ വി കൻ റൈറ്റ് ദാറ്റ് OH4. ഇതാണ് ഇതൊരു കോമ്പൗണ്ട് വിചാരിക്കുക. അതിൻ്റെ കെമിക്കൽ ഫോർമുല എന്ന് പറയുന്നത് ഇതാണ് OH4. ഇത് നമുക്ക് എന്ത് മനസ്സിലാക്കാം? ഒരു ഒക്ടോപ്പസിന് 4 ഹ്യൂമൻസിന് ആവശ്യമാണ്. ഒരു ഒക്ടോപ്പസ് 4 ഹ്യൂമൻസിനായിട്ട് കമ്പൈൻ ചെയ്യും. ഒക്ടോപ്പസിൻ്റെ കപ്പാസിറ്റി എന്ന് പറയുന്നത് 8 ആണ്. ഹ്യൂമണിൻ്റെ കപ്പാസിറ്റി എന്ന് പറയുന്നത് 2 ആണ്. ഓക്കെ, സോ ദിസ് ഇസ് ദ കെമിക്കൽ ഫോർമുല ഓഫ് ദിസ് കോമ്പൗണ്ട്. ഇത് കോമ്പൗണ്ട് അല്ല, ഞാൻ ഒരു ഉദാഹരണം സപ്പോസ്. സോ this octopus, this indicates the number of humans held by octopus. Okay, OH4. ഇതുപോലെയാണ് ഓരോ കോമ്പൗണ്ട്സിൻ്റെയും കെമിക്കൽ ഫോർമുല. കെമിക്കൽ ഫോർമുല കണ്ടിട്ട് നമുക്ക് മനസ്സിലാവണം എന്ത്, അതിൽ എത്ര ആറ്റംസ് ഉണ്ട്, ഓരോന്നിൻ്റെ ബാലൻസ് എത്രയെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. So there are some rules that we have to obey while writing the chemical formula. Which are the rules that you have to follow while writing chemical formula are as follows. In page number 38, take page number 38. Yes, first rule is that the valency or charges on the atom must balanced. ആറ്റാണ് കമ്പൈൻ ചെയ്യണമെങ്കിൽ ബാലൻസി ആയിരിക്കും. നമ്മൾ പറഞ്ഞു കോമ്പൗണ്ട്സിൽ ആറ്റംസ് മാത്രമല്ല ഉള്ളത്, അയോൺസ് ഉള്ള കോമ്പൗണ്ട്സും ഉണ്ടെന്ന്. സോ ഇഫ് ദ ions are joined together to form compound, there will be no valency, it is charge. Charge ആണ് അവിടെ കൺസിഡർ ചെയ്യുന്നത്. അയൺസിൻ്റെ കോമ്പൗണ്ട്സ് ആണെങ്കിൽ ചാർജ്, ആറ്റംസിൻ്റെ കോമ്പൗണ്ട്സ് ആണെങ്കിൽ എന്താണ് വാലൻസി. സോ ദിസ് വാലൻസി ഓർ ചാർജ് ഓൺ ദ അയോൺ മസ്റ്റ് ബാലൻസ്ഡ് ആയിരിക്കണം. അത് എങ്ങനെയാണെന്ന് ഞാൻ എക്സാമ്പിൾ വെച്ച് പറയാം. Then second rule is that when a compound consists of a metal and a non-metal, the name or the symbol of the metal metal is written first. If the compound is formed by NaCl, Na sodium and chlorine, Na sodium and Cl is chlorine. So while writing the symbol of sodium chloride, we should write the symbol of metal first. Here sodium is a metal, chloride is not a metal, it is a chlorine is a non-metal. So we will write the symbol of metal first. Here first we wrote Na, it is a symbol of a metal. So symbol of metal is first written while writing a chemical formula. Okay, then third another example is iron sulfate. Metal is iron,
So we will write the symbol as Fe. Symbol of iron is Fe. Then sulfide is a non-metal, so we will write symbol of sulfide second. Then copper oxide, which is a metal. Yes, copper is a metal and oxygen is a non-metal, so it is right second rule. So this is the second rule. And the third rule is that in compounds formed with polyatomic ions, the ions is closed in a bracket before writing the number to indicate the ratio. If one polyatomic ion and another single ion is combined, bracket should be given to polyatomic ion. For example, NH4Cl. Here NH4 plus is a polyatomic ion. If there is a charge, it is called ion. If there is no any charge, it is an atom. So this is polyatomic ion. This ion is combined with the Cl minus. It is a single ion. So when it is combined, we should write the polyatomic ion in a bracket. If there is a number to indicate the number of polyatomic ion, then it should be written in bracket. So, രണ്ട് polyatomic, ഇപ്പോൾ ഈ NH4 plus 2 ഉണ്ടെങ്കിൽ there is 2 NH4 plus ion, we should write it in a bracket and 2 is given to its base. Okay, so it should be written in bracket. That is the third rule. Okay, here in the previous page there is a box given, a table is given, which we have already discussed about. Here one thing which we have not discussed, that is valency. Valency, one valency, the capacity, combining capacity of these atoms are 1. Look at that table. Yes, here which are the ions which have valency 1? Yes, sodium, potassium, silver, copper, then hydrogen, hydride, chloride, bromide, iodide. Then polyatomic ions which have valency 1 are ammonium, hydroxide, nitrate, hydrogen, carbonate. Then ions which have valency 2 are magnesium, calcium, zinc, iron, copper. Then oxide, sulfide, carbonate, sulfide. Then ions which have valency 3 or combining capacity 3 are aluminium, iron, nitride, phosphate. Here iron is included in two valencies, valency 2 and valency 3, because there are some metals which can change their valency or combining capacity. That's why they are included in both categories. Okay, then so let's start to write the chemical formula of compounds with the described rules. Okay, simple compounds which are made up of two different elements are called binary compounds. Suppose NaCl, it is formed by two simple atoms. So two simple ions or two simple atoms. So they are called binary compounds. The simplest compound which are made up of two different elements are called binary, which means two, binary compounds. Then valencies of some ions are given in table 3.6 that we have discussed. Then you can use this to write formula for compounds. So let's start to write chemical formula of compounds. First you have to you should be careful that while writing the chemical formula for compounds, we write the constituent elements and their valencies as shown in, I will write it. Okay, the valencies, each elements have their own valencies. Before writing the chemical formula, we should interchange the valencies. Let's discuss it with an example. Okay,
Okay. Formula of hydrogen chloride. What is hydrogen chloride? Here we will write hydrogen first, then chloride, H and Cl. We have to check their valencies. Take page 37 in table. What is the valency of hydrogen and chloride? Yes, valency of hydrogen and chloride is, both of them have valency 1. So let's interchange their valencies. Its valency is 1, chlorine valency is also 1. So this one is given to H and valency of H is given to chlorine. So we will write H1. The valencies are written at the base. Okay, you should note that the valencies are written at the base. Here H1 Cl1. This is the chemical formula of hydrogen chloride. And also you should note that when there is 1 at the base of the atom, you need not write that one. This itself indicate that there is 1 in the basis of hydrogen and chloride ion. Okay. So this indicate that in this compound is formed by 1 hydrogen atom and 1 chloride, 1 hydrogen ion and 1 chloride ion. Okay. Then hydrogen atom and 1 chlorine atom. Then formula of hydrogen sulfide. What is next is hydrogen is written first, then sulfide. What is the valency of hydrogen? Yes, valency of hydrogen is 1. Then valency of sulfide. Check the table. Yes, what is the valency? Yes, 2. The valency of sulfide is 2. So first let's interchange the valencies. 2 is given to hydrogen and 1 is given to sulfide. Then how we can write it? Yes, 2 is given to hydrogen. So H2S. Okay, this is how the chemical formula of hydrogen sulfide is written. H2S. This indicates that 2 hydrogen atom combines with 1 sulfide atom. Okay, this indicates that hydrogen sulfide compound is formed by combining 2 hydrogen atom and a hydrogen sulfide molecule is formed by combining 2 hydrogen atom and 1 sulfide atom. Okay. Then next example, carbon tetrachloride. Carbon tetrachloride. Carbon and chloride. Carbon and chloride. We have wrote the C and Cl, the symbols. Then valency of carbon. Valency of carbon is 4. And chloride, we know that it is 1. And interchanging both of them, we get, yes, CCl4. This is carbon tetrachloride, which means that 1 carbon combines with 4 other chloride atom. Okay, അതായത് കാർബണിന്റെ കമ്പൈനിങ് കപ്പാസിറ്റി വാലൻസി ഇന്ന് 4 ആണ്. അപ്പോൾ ഇതിന് 4 ആംസ് ഉണ്ട്. മനസ്സിൽ ഇങ്ങനെ കാണും 4 ആംസ് ഉണ്ട്. ആ 4 ആംസ് ഒക്യുപ്പൈ ചെയ്യാൻ 4 ആംസ് എക്സ്ട്രാ അതിന് വേണം. അപ്പോൾ ക്ലോറിൻ ആണ് അതിന് കമ്പൈൻ ചെയ്യാൻ വന്നിട്ടുള്ളൂ. പക്ഷേ ക്ലോറിൻ എത്ര ആംസേ ഉള്ളൂ? 1 ആമേ ഉള്ളൂ. അപ്പോൾ ഓരോ ആംസിൽ ഓരോ ക്ലോറിൻ ഒന്ന് അറ്റാച്ച് ചെയ്താൽ മൊത്തം ഒരു കാർബണിൽ എത്ര ക്ലോറിൻ വരും? യെസ്, 4 ക്ലോറിൻസ്. Okay, did you understand? Okay, then if we are taking ions, here we took atoms. In the case of ions, if the compound is magnesium chloride, here magnesium is a metal, so we will write Mg first, then chloride. Here they have charges Mg2 plus and Cl minus.
their charges are interchangeable. In the case of ions, there is no valency is not considered. Their charges are interchangeable. Charge of magnesium is 2, then chlorine 1. So it is interchangeable. Then we will get MgCl2, which means that one magnesium ion combines with the 2 other chloride ions. Okay, the combining capacity of magnesium is, charge of magnesium is 2, so it needs 2 other chloride ions. Okay, MgCl2. And in this case, the charges must be balanced. How? Here, in a compound, the charges must be balanced. Charge of magnesium, it is plus 2. Adding the charge of chlorine. Charge of one chlorine atom is minus 1. So, charge of 2 chlorine atom minus 2. So, plus 2 minus 2 is equal to 0. The charge should be 0. In a compound, the charge should be 0. And some more examples are given, that is aluminum oxide. Aluminium oxide. Aluminum is a metal, so we will write first aluminum oxide. Charge of aluminum is 3 plus, oxide is 2 minus. So interchanging, we get Al2O3. So let's check if the charge is balanced or not. Here the charge of one aluminium ion is plus 3. So this indicates that there is 2 aluminium and 3 oxygen ions. Okay. So charge of 2 aluminium ions is plus 3 into 2, that is plus 6 into 2, plus charge of oxygen ion is that charge of one oxygen ion is minus 2, minus 2 into 3. What is? Yes, 6 plus minus 6, that is 0. Here also charge is balanced. And calcium chloride, calcium Cl, chloride Cl. Charge of calcium is plus 2. In the case of chlorine, minus 1. Interchanging, we get CaCl2. Here also the charge is balanced. Next example, sodium nitrate. You should write with me, then only you can understand it. Okay? Then formula of sodium nitrate. Try to write with me. Sodium nitrate. Sodium, we will write for sodium first. Then nitrate. Nitrate is NO3. Here a polyatomic ion is K. Then charge of NO3 is minus 1. Charge of Na is plus 1. So interchanging, we get NaNO3. We need not write it in bracket because it is 1. So no need to write it in bracket. Okay. Then next example, calcium hydroxide. Here also polyatomic. Here also there is polyatomic ion. First one calcium. Calcium is a metal, so it is written first. Then hydroxide, it is a polyatomic ion OH. It has minus 1 charge. Calcium has plus 1 charge. Interchanging. Sorry, calcium has plus 2 charge. Interchanging, we get calcium hydroxide. It is not written like this, isn't it? Yes, it is written like in a bracket. The two must be written
written at the base of the OH. OH should be in a bracket. Okay. This indicates calcium combines with the 2 OH ions. Okay. Then sodium carbonate. Sodium carbonate, that sodium first Na is written, then CO3. Then their charges +1 and -1 interchanging Na CO2. Sorry, the charge of CO3 is -2 interchanging Na to CO3. Okay. Then here bracket is not needed in the case of polyatomic ion because there is the charge is 1. Number is 1. Then ammonium sulfate. Ammonium, it is NH3. It is a polyatomic ion. Then sulfate, it is also again a polyatomic. So 2 polyatomic ions are combined to form a compound. Here the charge of NH3 is +1 and the charge of SO4 is 2 minus. So interchanging this charge we get NH3 negative bracket twice SO4. Okay, this is a, I will write it here. It is not C. NH3 twice SO4. Here the bracket is given because there is a 2. Here bracket is not given because there is 1. Okay, no need to draw the bracket. So this is how the chemical formula is written. Next, there is a question. Some questions are given in page number 39. Let's solve it. Write down the formula of sodium oxide. Sodium Na oxide. O ന്റെ valency 2, Na 1, Na2O. Then aluminum chloride 1 into 3 is written here, AlCl3. Then sodium sulfide NaS, S into 2, Na2S. Then magnesium hydroxide MgOH, Mg have 2, here OH have 1 valency, MgOH twice. Then write down the names of the compounds represented by the following formula: Al2SO4 thrice, aluminum sulfate, then 2 calcium chloride, then potassium sulfate, then potassium nitrate, then calcium carbonate. So you should learn to write the chemical formula of compounds, and also you should by heart the valencies of different ions given in table 7 3.6. Okay, so let's wind up today's class. Hope that you understood everything, and okay, let's meet in another class. Thank you.